ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ജാനു ചെയ്ത ഉദാഹരണം സുജാത അല്ലെ? അതിനകത്ത് ചേച്ചിനെ ഭയങ്കര ഡള്ളാക്കിയിട്ട് അതാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കഴിവ് നമ്മൾ കാണുന്നത്. ഒരാളെ തന്നെ ഇത്ര വ്യത്യസ്തമാക്കാൻ പറ്റുകയാണ്. അപ്പം ചേച്ചിയുടെ വർക്ക് ചെയ്തതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എടുത്തു വെക്കുന്ന എന്തായിരിക്കും ജാനു? നമ്മൾ ഓരോ ദിവസം 24/7 ജോലി ചെയ്ത് 24 hours. ഏത് സിനിമയാണോ? അതാ കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യം പറയാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ സ്വീറ്റി ബാനഡല്ലേ, സ്വീറ്റി ഉണ്ടായി നമ്മളുടെ കൂടെ. നമ്മള് എനിക്ക് ചെന്നൈ പോകണം പിറ്റേ ദിവസം. സോ ഫസ്റ്റ് നമ്മള് ഇവിടെ എന്താ പറഞ്ഞ ഒറ്റപ്പാലമിലെ ഷൂട്ട് ചെയ്ത് അതാ കഴിഞ്ഞിട്ട് അത് മോർണിംഗ് 6 to 12. പിന്നെ 1 മണിക്ക് പിന്നെ പാലക്കാട്ടില് വേറെ ഒരു സ്ഥലത്തില് നമുക്ക് ഈസ്റ്റേൺ മസാലയുടെ ഒരു ഷൂട്ട്, അതിന്റെ ഒരു ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10 ആയി. കല്യാണിന്റെ ഷൂട്ട് ചെയ്ത് നമുക്ക് ഒറ്റപ്പാലം കല്യാൺ ജ്വല്ലറീസിന്റെ ഒരു അമിതാഭ് ബച്ചൻ ഐശ്വര്യയുടെ കൂടെ സംസാരിക്കുന്നല്ലേ ഫോണിലെ, ആ ഷൂട്ട്. അത് നമുക്കൊരു 2 മണിക്കൂർ ഒരു 12-12:30 കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലക്കാട് എത്തിയിട്ട് നമ്മൾ ഇതിന്റെ പാലക്കാട് ഒരു ബ്രാഹ്മിൻ വില്ലേജ് ഉണ്ടല്ലേ, അവിടെയാണ് നമ്മൾ ഈസ്റ്റേൺ മസാലയുടെ ഷൂട്ട്, മഞ്ജു ചേച്ചിയുടെ ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 12 മണിക്കൂർ നമുക്കത് ഫിനിഷായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെരി ബോയുടെ ഷൂട്ട് രാത്രി മലമ്പുഴ ഡാമ്പിന്റെ അടുത്തൊരു റിസോർട്ട് ഉണ്ടല്ലേ, അവിടെ പോയിട്ട് മൂന്നാമത്തെ ബ്രാൻഡ്. സോ 24/7. പക്ഷെ നമുക്ക് അങ്ങനെ അതന്നെ ഞാൻ പറയുന്നത്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്ക് ഇപ്പോൾ മോർണിംഗ് വിളിച്ചിരുന്ന പിന്നെ ആഫ്റ്റർനൂൺ നമുക്ക് മടുത്തെ. പക്ഷെ മഞ്ജു ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്നത് നമുക്ക് അങ്ങനെ തോന്നൂല്ല. സോ അതാ കഴിഞ്ഞിട്ട് മോർണിംഗ് 6 o'clock കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാനും മഞ്ജു ചേച്ചി ബാക്കിലേക്ക് ഏതെങ്കിലും നമുക്ക് മാറി അറിയില്ല, ചേച്ചിയുടെ വീട്ടിലും വഴി അറിയില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞ് എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞ എവിടെ പോന്ന് ഇതാ കൊടുങ്ങല്ലൂർ വഴി തന്നെ. ആ നോക്കി കറക്റ്റ് കൊടുങ്ങല്ലൂർ വഴി തിരിച്ച് വന്നിട്ട് ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി പറഞ്ഞ എനിക്ക് ഇപ്പൊ പറയാറില്ല. എത്ര വലിയ സൂപ്പർ സ്റ്റാർ. പക്ഷെ ചേച്ചി എൻ്റെ കൂടെ എൻ്റെ കാറിലെ ബാക്കിലെ നമുക്ക് കിടക്കുന്നത് ചേച്ചിയുടെ മതിലെ ഞാൻ തലനിട്ട് ഉറങ്ങി ആലോചിക്കൂ ആ സ്നേഹം. സോ ആ ദിവസം എനിക്ക് സെപ്റ്റംബറിൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം 24/2 നമ്മൾ ജോലി ചെയ്യുന്ന പിന്നെ നമുക്കൊരു ക്ഷീണമില്ല. അതെ അതെ അതെ, അത്രയും ഒരു അടുപ്പം ഉള്ളതുകൊണ്ടും പ്രത്യേകിച്ച് മഞ്ജു ചേച്ചിയുടെ ഒരു പെരുമാറ്റം കൊണ്ടുകൂടി ആയിരിക്കും അല്ലേ?